മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അമ്മയുടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. അമ്മ കൊണ്ടുവരുന്ന പത്രം, മാതാവിന്റെ പത്രം തലേനയുടെ അടിയിൽ ഞാൻ വെക്കും. അങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി, നന്നായിട്ട് എഴുതി പ്രപ്പോസൽ എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രപ്പോസലാണ് എനിക്ക് സാങ്ഷനായി കിട്ടിയത്. DSTയുടെയും പിന്നെ അതേപോലെ തന്നെ UGC SRF വരയ്ക്കും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2025 ഈ വർഷം ഫെബ്രുവരി 14-ാം തീയതി എനിക്ക് സെക്കൻഡ് DC സബ്മിറ്റ് ചെയ്യുകയും 28-ാം തീയതി തന്നെ സിനോപ്സിസ് അപ്രൂവ് ആകുകയും ഏപ്രിൽ പാനൽ മെമ്പേഴ്സ് സെലക്ട് ആകുകയും അതുവഴി 3 മാസം കൊണ്ട് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതാൻ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയേറെ വർക്ക് ചെയ്തതും പ്രോജക്റ്റിന്റെയും പബ്ലിക്കേഷന്റെയും എല്ലാ വർക്കും ഉണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് എന്നെ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. പപ്പേനെയും അമ്മേനെയും വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും കരച്ചില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ ജോസഫ് അച്ഛന്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം കൂടണത്. അതുവഴി ലൈറ്റ് ടെലികാസ്റ്റും കാണും. ലൈറ്റ് കാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫുള്ള് മാതാവിന്റെ ലുത്തീന, മാതാവിന്റെ പാട്ട് ഫുള്ള് ഇങ്ങനെ കേട്ടാണ് ഞാൻ എന്റെ തീസിസ് എഴുതി. എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കറിയത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എന്റെ തീസിസ് എഴുതി തീർത്തു. ഈ അതുപോലെ തന്നെ സെപ്റ്റംബർ അച്ഛന്റെ 44 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എന്റെ ഫാമിലിയും ഞാനും. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ തീസിസ് റിപ്പോർട്ട് വരികയും ആ തീസിസ് നല്ല റിപ്പോർട്ടായി ദൈവം എനിക്ക് തന്നു. അബ്രോഡ് പാനൽ ആണെങ്കിലും ഇന്ത്യൻ പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും 2 പേരും ഒരു കുറവില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് തന്നു കിട്ടി. അതുവഴി ഒക്ടോബർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വൈവ നോട്ടിഫിക്കേഷൻ അടിക്കുകയും ഈ മാസം 10-ാം തീയതി ഒക്ടോബർ 10-ാം തീയതി എൻ്റെ വൈവ കഴിയുകയും PhD ഡിഗ്രി അവാർഡ് ആകുകയും ചെയ്തു. ദൈവത്തിനും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാനല്ല എൻ്റെ തീസിസ് എഴുതിയത്, അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സ് പറയും, രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെയുണ്ട്, രാത്രി നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്.